ഒരാൾ വിളിച്ച് ചോദിച്ചു, ഈ അഹം എങ്ങനെയൊന്ന് മാറിക്കിട്ടുക? എനിക്ക് ഈ അഹത്തിനെ മാറ്റണം എന്ന് പറയുമ്പോഴേ അഹം തയ്യാറായി അവിടെ. അല്ല, അറിവിന്റെ തലത്തിൽ മാത്രം അതൊന്ന് മാറി നിൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സാധന ചെയ്യുന്നിടത്തോളം കാലം ഇത് വേണമല്ലോ, അഹം വേണം. നമുക്ക് അഹത്തിന്റെ ശരിയായ സ്വരൂപം അന്വേഷിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഇതിനെ തുടച്ചു മാറ്റാൻ പറ്റുന്ന സാധനം അല്ല. നമ്മൾ എത്രയൊക്കെ എനിക്കൊരു അഹങ്കാരമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അഹങ്കാരം ഉണ്ടെന്നായി പറയുന്നത്. ശരിക്കും എനിക്ക് എന്ന് പറഞ്ഞല്ലോ, വളരെ സൂക്ഷിക്കാനുണ്ട്. നമ്മളെപ്പോഴും ഉള്ളിലേക്ക് ഈ ആത്മാന്വേഷണം വേണം എന്നുള്ളതാണ്. അപ്പം ഈ കർത്തൃത്വം മാറിക്കിട്ടുക എന്നുള്ളതിന് ഏറ്റവും നല്ലത് കർമ്മങ്ങളെല്ലാം ജീവശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് മനസ്സിലാക്കലാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയവും കൂടി ചേർന്നിട്ടുള്ള വ്യവഹാരമാണ് ജീവിതം. അതിനുള്ള സാക്ഷിയാകുന്നു ഞാൻ എന്ന ഭാവത്തിലേക്ക് മാറും. അപ്പം നമ്മൾ ഞാൻ അനുഭവിക്കുന്നു എന്ന് നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു ഓർമ്മ വരുമ്പോഴൊക്കെ നമുക്ക് ഉടനെ ഓർമ്മ വരണം, ഞാൻ വിജ്ഞാനമായ കോശത്തിലാണിപ്പോൾ. വിജ്ഞാനമായ കോശം എന്ന് പറഞ്ഞാൽ സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ അതില്ല, ജഗത്തിന്റെ ഭാഗമാണ്. അതില്ല, പക്ഷെ ഉണ്ട് എന്ന് തോന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്തൃത്വം സങ്കല്പമാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെത്താൻ മാറും. ഇങ്ങനെയാണ് ഈ ഉപാസന എന്ന് പറയുന്നത്. അറിവിന്റെ തലത്തിൽ അറിവിലേക്ക് ഹോമിക്കുക ചെയ്യാം. ജ്ഞാനാഗ്നി എന്ന് പറയാം. ജ്ഞാനാഗ്നിയിലേക്കാണ് ഹോമിക്കേണ്ടത് അനുഭവങ്ങളെ. നമ്മൾ ഈ കർപ്പൂരം അമ്പലത്തിലൊക്കെ കർപ്പൂരം കത്തിക്കില്ല. ഇപ്പം വൈകുന്നേരം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ കർപ്പൂരം കത്തിച്ച് ആരതി ചെയ്യും. ഇത് തന്നെയാണ് ചെയ്യുന്നത്. ജ്ഞാനാഗ്നിയിലേക്ക് കർമ്മവാസനകളെ ഹോമിക്കുന്നതാണ്. പൂർണ്ണമായിട്ട് ദഹിപ്പിച്ച് കളയണം. അറിവിന്റെ പ്രകാശത്തിലാണ്, ആ അഗ്നിയിലാണ് ഇതെല്ലാം ദഹിപ്പിച്ച് കളയേണ്ടത്. ആണ് കർപ്പൂരാരതിയൊക്കെ ഒഴിയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ജീവനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുമ്പോൾ പാപം മുക്തി ഉണ്ടാകുന്നു. പിന്നെന്ത് പറഞ്ഞു? സർവാൻ കാമാൻ സമാശ്നുതതി, എല്ലാ കാമങ്ങളെയും പൂർത്തീകരിക്കുന്നു. അത് ആദ്യം പറഞ്ഞു, എല്ലാ കാമങ്ങളെയും പൂർത്തീകരിക്കുന്നു എന്നല്ലേ. അപ്പം കാമങ്ങളെ പൂർത്തീകരിക്കുന്നു. അടുത്ത ഭാഗം അതെന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ആഗ്രഹങ്ങളും നേടും എന്നല്ല പറഞ്ഞത്. ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഒരു 1 BHK ഫ്ലാറ്റ്, അതെനിക്കൊരു 2 BHK ആവണം, 3 BHK ആവണം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക. നമ്മൾ സാധാരണ രീതിയിൽ അതാ മനസ്സിലാക്കുക. ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചാൽ നമ്മൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, അതാണ് ആദ്യം നോക്കുക. ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചാൽ നമുക്ക് ശാന്തി അനുഭവപ്പെടും, സന്തോഷം അനുഭവപ്പെടും. അപ്പം എല്ലാ കാമങ്ങളെയും പൂർത്തീകരിച്ചു കഴിഞ്ഞാലോ പൂർണ്ണമായ ശാന്തി അനുഭവപ്പെടും, സന്തുഷ്ടി ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും, പൂർണ്ണത അനുഭവപ്പെടും. എപ്പോഴും അപൂർണതയിൽ നിന്നാണ് കാമങ്ങൾ ഉണ്ടാവുക. എനിക്കത് വേണം ഇത് വേണം തോന്നുന്നത് അപൂർണതയിൽ നിന്നാണ്. പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാലോ കാമങ്ങളൊന്നുമില്ല, ഇന്നൊന്നും നേടാനില്ലല്ലോ. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം, ഇതാണ് പറയുന്നത്. ഇപ്പൊ ജീവഭാവം എന്നുള്ളത് അഹങ്കാരമല്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അത് ഉള്ളിടത്തോളം കാലം അതിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് മുന്നോട്ടുള്ള ഒരു ഉപാധിയാണ്. അങ്ങനെ സാധനയ്ക്ക് സഹായിക്കുന്ന വിധത്തിൽ നമുക്ക് നമ്മളുടെ അഹങ്കാരത്തിനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയില്ല. ഒന്ന് നമുക്ക് നമ്മളെ നശിപ്പിക്കാൻ അത് മതി, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് മതി. മനസ്സാണ് ബന്ധന കാരണം, മനസ്സാണ് മോക്ഷ കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പം ബന്ധനത്തിനും മോക്ഷത്തിനും ഈ സംഭവമാണ്. നമ്മൾ എങ്ങനെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതെപ്പോഴും ഓർമ്മിക്കാനുള്ളത്. അപ്പം നമ്മൾ ഈ ഉപനിഷത്ത് പഠനത്തിലൂടെ മുന്നോട്ട് ഇത് പുസ്തകം പഠിക്കുന്ന പോലെ പഠിക്കാനല്ല, ജീവിതത്തിന് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീക്കാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആത്മാന്വേഷണം ആവശ്യമാണ്. അപ്പോൾ വിജ്ഞാനമയ കോശം ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടു, ശരീരത്തിന് ദേഹവുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുന്ന സമയം, അന്നമയ കോശവുമായിട്ട് ചേർന്നിരിക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ വേദന, വിലക്ക്, ഈ വക കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അന്നമയ കോശമായിട്ട് ഞാൻ ചേർന്നിരിക്കണു. ബാക്കി ശരീരത്തിലെ ക്ഷീണം, വിശപ്പ്, ഈ വക കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പ്രാണമയ കോശവുമായിട്ട് ചേർന്നിരിക്കണു. ചിന്തകളുമായിട്ട് ചേർന്നിരിക്കുന്ന സമയത്തിൽ, ഈ വസ്തുക്കളുമായിട്ട് ബന്ധമുള്ള സമയത്തൊക്കെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മനോമയ കോശവുമായിട്ട് ചേർന്നിരിക്കുന്നു. അനുഭവങ്ങളിലൊക്കെ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ വരുന്ന സമയത്ത് വിജ്ഞാനമയ കോശവുമായിട്ട് ചേർന്നിരിക്കുന്നു. അപ്പം നമ്മൾ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നമയ കോശത്തിന് സ്ഥൂല ശരീരവും, പ്രാണമയ കോശം, മനോമയ കോശം,
വിജ്ഞാനമയ കോശം. ഇത് മൂന്നും കൂടി ചേരുമ്പം സൂക്ഷ്മ ശരീരവും ആയി. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. അടുത്തത് കാരണശരീരമാണ്. കാരണശരീരം എന്താണ് എന്ന് നോക്കാം. ഈ വിജ്ഞാനമയ കോശത്തിന് അകത്ത് വിജ്ഞാനമയ കോശത്തിന് മുഴുവൻ വ്യാപിച്ചും കൊണ്ട് മറ്റൊരു കോശം ഉണ്ട്. അതെന്താണ് എന്നാണ് ഇനി അടുത്തത് പറയുന്നത്. തസ്യേഷ ഏവ ശരീര ആത്മാ യപൂർവസ്യ തസ്മാദ്വായേതസ്മാദ് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാനന്ദമയഃ തേനൈഷ പൂർണ്ണഃ സവായേഷ പുരുഷവിധ ഏവ തസ്യ പുരുഷവിധതാം അന്വയം പുരുഷവിദഃ തസ്യ പ്രിയമേവ ശിരഃ മോദോ ദക്ഷിണപക്ഷഃ പ്രമോദ ഉത്തരപക്ഷഃ ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ തദപ്യേഷ ശ്ലോകോ ഭവതി. ഈ വിജ്ഞാനമയ കോശത്തിനകത്ത് അതിനേക്കാൾ സൂക്ഷ്മമായി വിജ്ഞാനമയ കോശം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വിധത്തിൽ മറ്റൊരു കോശമുണ്ട്. അതാണ് ആനന്ദമയ കോശം. അഞ്ചാമത്തത്, നമ്മളുടെ അഞ്ചാമത്തെ ദേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആനന്ദമയ കോശം. ആനന്ദമയ കോശത്തിന് പറയുന്ന മറ്റൊരു പേരാണ് കാരണശരീരം. നമ്മൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം, ദേഹം, ശരീരത്രയം, ദേഹത്രയം. ഗണപതിയുടെ മന്ത്രത്തിൽ ത്വം ദേഹത്രയാതീത, ഇതാണ് ഈ പറഞ്ഞത്. 3 ദേഹത്തിനപ്പുറം. നമ്മളൊക്കെ ഈ 3 ദേഹത്തിനപ്പുറമാണ്. പക്ഷെ നമ്മളെപ്പോഴും 3 ദേഹത്തിൽ ഒട്ടിയിട്ടാണ്. ആനന്ദമയ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? ആനന്ദമാണ് അതിൻ്റെ ലക്ഷണം. നമ്മൾ ആനന്ദം അനുഭവിക്കുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ ആനന്ദം അനുഭവിക്കുന്നത്? ആനന്ദം അനുഭവിക്കുന്നത് മനസ്സിന് എത്രത്തോളം നിശ്ചലമായ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ആനന്ദം അനുഭവിക്കും. എന്ന് പറഞ്ഞാൽ ആനന്ദം അനുഭവിക്കാൻ കാരണം മനസ്സിൻ്റെ ചലനങ്ങൾ കുറവ്, മനോവൃത്തികളുടെ കുറവ്. അപ്പോഴാണ് ആനന്ദം അനുഭവിക്കുക. വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദമില്ല. സ്വപ്നാവസ്ഥയിലും ജാഗ്രത അവസ്ഥയിലും മനസ്സ് വളരെ പ്രക്ഷുബ്ധമാണ്. ഏതെങ്കിലും വിധത്തിൽ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിയായ ആനന്ദം അനുഭവിക്കുന്നില്ല. ക്ഷണികമായ ആനന്ദത്തിൽ കൂടെ കടന്നു പോകും മനസ്സിൻ്റെ ചലനങ്ങൾ കാരണം. അവിടെ നമ്മൾ സുഖവും ദുഃഖവും അനുഭവിക്കുന്നുണ്ട്. 2 അനുഭവങ്ങൾ. സുഖവും ദുഃഖവും ഇഷ്ടാനിഷ്ടങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കാം. എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ സുഖം, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ദുഃഖം. ഇതാണ് പ്രശ്നം. ഇഷ്ടാനിഷ്ടങ്ങളാണെങ്കിലോ അഹങ്കാരമുള്ളപ്പോഴേ ഉള്ളൂ, ദേഹവുമായിട്ട് ചേർന്നിട്ടായിരിക്കാം. ഇതെല്ലാം പരസ്പരം ബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഈ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടെന്ന്, എനിക്കിപ്പോൾ അഹങ്കാരം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇഷ്ടാനിഷ്ടങ്ങളുണ്ടെങ്കിൽ സുഖ ദുഃഖം ഉണ്ടോ? സുഖം മാത്രമുള്ളൊരു ജീവിതം ഒരിക്കലും ഇല്ല. ലോകം അങ്ങനെയല്ല. ലോകത്തിൽ സുഖവും ദുഃഖവും എല്ലാം ഉണ്ട്. സൃഷ്ടി എന്ന് പറയുന്നത് അതാണ്, സുഖ ദുഃഖങ്ങളാണ്. അപ്പോൾ അതിൽ എനിക്ക് ഇത് ഇഷ്ടമാണ്, ആ സമയത്ത് മാത്രം സുഖമുള്ളൂ. സുഖമുള്ള വസ്തു തന്നെ പലപ്പോഴും നമുക്ക് ദുഃഖം തന്നു എന്ന് വരും. ഓരോന്നിനും അതിൻ്റെ സ്ഥാനം ഉണ്ട്, അളവുണ്ട്, സമയമുണ്ട്. ആ സമയത്ത് മാത്രം അത് സുഖം തരുള്ളൂ. ഇപ്പം നമ്മൾ ലഡ്ഡു തിന്നുന്ന ഉദാഹരണമൊക്കെയാണ് പറയാം. ലഡ്ഡു വളരെ ഇഷ്ടമാണെങ്കിൽ ആദ്യത്തെ ലഡ്ഡു തിന്നുമ്പോൾ സുഖമുള്ളൊരു അനുഭവമാണ്, സന്തോഷമായി. രണ്ടാമത്തെ ലഡ്ഡു ആകുമ്പോൾ അത്ര സുഖം പോരാ. ഒരു 3-4 ലഡ്ഡു ആകുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു, അതിനോടുള്ള താല്പര്യം കുറഞ്ഞു. 5ാമത്തെ ലഡ്ഡു ആകുമ്പോഴേക്കും വല്ല തീറ്റപ്രിയന്മാരാണെങ്കിലൊക്കെ കഴിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിനെ കാണുമ്പോൾ ഒരു മടുപ്പാണ്, വേണ്ട. വസ്തു അത് തന്നെയാണ്, കഴിക്കുന്ന ആളും അത് തന്നെയാണ്, പക്ഷെ ഈ അനുഭവത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ സുഖം ദുഃഖം എന്നുള്ളത് എപ്പോഴും അളവിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നു. പിന്നെ സ്ഥാനമുണ്ട്. സ്ഥാനം എപ്പോഴും എനിക്ക് മസാല ദോശ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. മസാല ദോശ ഇഷ്ടമാണെങ്കിൽ അത് വരേണ്ട സ്ഥാനമുണ്ട്. മുന്നിലൊരു പ്ലേറ്റിൽ ഭംഗിയിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്, നമുക്ക് ആസ്വദിക്കാം. എനിക്ക് മസാല ദോശ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട്
ഈ പോക്കറ്റിലും മസാല ദോശ, ഈ പോക്കറ്റിലും പോക്കറ്റിൽ മുഴുവൻ മസാല ദോശ നിറച്ച് നടന്നാൽ അത് സന്തോഷമുള്ളൊരു ഇതല്ല. എന്ന് പറഞ്ഞാൽ വസ്തുവിന് അതിൻ്റെ സ്ഥാനം വേണം, ഇല്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. പിന്നെ സമയമുണ്ട്. ഇപ്പൊ ഈ മസാല ദോശ നമുക്ക് ഇത് ഞാൻ പറയുന്നതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള സംഭവമായതുകൊണ്ടാണ്. നന്നായി വിശന്നിരിക്കുമ്പോൾ മസാല ദോശ തിന്നുന്ന വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചിട്ട് ഇനിയൊരു സാധനം അങ്ങോട്ട് ചെല്ലില്ല എന്ന മട്ടിലിരിക്കുമ്പോൾ ഒരാൾ മസാല ദോശയും കൂടി കഴിക്കുക പറഞ്ഞാൽ അത് തീരെ സന്തോഷമുള്ള ഒരു അവസരമല്ല. നിർബന്ധിക്കുന്ന ആളോട് ചിലപ്പോൾ ദേഷ്യം പഠിക്കും, വേണ്ടെന്നല്ല പറഞ്ഞത്, മനസ്സിലാവില്ല എന്നൊക്കെ ചോദിക്കും ചൂടായിട്ട് അല്ലേ. അപ്പോൾ എന്താണ് സമയം? അപ്പോൾ ഒരു വസ്തുവിൻ്റെ സുഖ ദുഃഖ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് അതിൻ്റെ കാലം, പിന്നെ അളവ്, ഇതെല്ലാം ആശ്രയിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സ്ഥിരമായിട്ട് ഒരാൾക്കും സുഖം കൊടുക്കുന്നില്ല. ഇനി എനിക്ക് സുഖകരമായി തോന്നുന്ന ഒരു വസ്തു വേറൊരാൾക്ക് സുഖം കൊടുക്കണമെന്നില്ല, ആൾക്ക് ദുഃഖമാവാം. എന്ന് പറഞ്ഞാൽ വസ്തുവിലല്ല ഇതിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ജാഗ്രത സ്വപ്ന അവസ്ഥകൾ ഈ സുഖം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഷുപ്തി അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആനന്ദമയ കോശത്തിലാണ്. ആനന്ദമയ കോശത്തിൽ ഈ വക ചലനങ്ങളൊന്നുമില്ല, മനസ്സിന് അനുഭവങ്ങൾ ഇല്ല. പക്ഷെ ഒരു അനുഭവം അപ്പോഴും ഉണ്ട്. ഞാൻ ഒന്നും അറിയുന്നില്ല എന്നൊരനുഭവം അപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നേരിയ ചലനം അപ്പോഴും ഉണ്ട് മനസ്സിന്. പക്ഷേ നമ്മൾ ചലനം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സ്ഥിതി ആയത് കാരണം ആനന്ദം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സമയമാണ്. മനസ്സിൻ്റെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടായി പറയുന്നത്. ഈ ആനന്ദമയ കോശത്തിൽ മനസ്സേറ്റവും ചലിക്കാതിരിക്കുന്നത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്ന സമയം. കാരണം എന്താണ്? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. ഈ ആനന്ദമയ കോശം അതിൻ്റെ അടിസ്ഥാനം ബ്രഹ്മമാകുന്നു. ബ്രഹ്മത്തിൽ നിന്നാണ് ആനന്ദമയ കോശം പ്രകടമാകുന്നത്. അപ്പോൾ ബ്രഹ്മവുമായിട്ട് ഏറ്റവും ചേർന്നിരിക്കുന്ന അവസ്ഥ, അതാണ് ആനന്ദമയ കോശം. ഇനിയിപ്പോൾ നമ്മൾ ബ്രഹ്മത്തിന് ഒരു ഭക്തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മത്തിന് ദൈവമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഉറക്കത്തിൽ നമ്മൾ ദൈവത്തിനോട് വളരെ അടുത്തിരിക്കുന്ന സമയം, അതാണ് ആനന്ദം. നല്ല പുണ്യാത്മാക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വെക്കാൻ പറ്റും. അവർ സ്വപ്നത്തിനോടോ ജാഗ്രതയിൽ നിന്നോ മാറി കുറേയും കൂടി ആനന്ദമയ കോശത്തിലേക്ക് മാറി നിൽക്കും. അപ്പോൾ അവർ ആനന്ദം പ്രസരിപ്പിക്കും. നമ്മൾ അങ്ങനത്തെ ആൾക്കാരെടുത്ത് സാധനയൊക്കെ ചെയ്ത് ഒരുപാട് ഉയർന്ന തലങ്ങളിൽ എത്തി നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ സാമീപ്യത്തിൽ നമുക്ക് ആനന്ദം അനുഭവപ്പെടുന്നത്, അതാണ് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പുറത്തേക്ക് വരിക. ചിലവരെപ്പോഴും ഭയങ്കര ടെൻഷനിലാവും. അവരടുത്ത് ഇരിക്കുമ്പോഴേ നമുക്ക് ടെൻഷൻ അനുഭവപ്പെടും, ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യും ചിലരുടെ സാമീപ്യം. ഇതാണ് കാരണം. ഓരോ വ്യക്തിയും ഓരോ കോശത്തിലുമായിട്ട് മാറി മാറി നിൽക്കുകയാണ്. അപ്പം നമ്മൾ സാധന ചെയ്യുമ്പോൾ ഈ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പം ആനന്ദമയ കോശത്തിൽ നമ്മൾ ബ്രഹ്മത്തോട് ചേർന്നിരിക്കുന്നു, നമ്മുടെ ശരിയായ സ്വഭാവത്തിനോട് ചേർന്നിരിക്കുന്നു. എന്താണ് സ്വഭാവം? ബ്രഹ്മത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞ ആനന്ദമാണ്. ആനന്ദ ആത്മാ എന്ന് പറഞ്ഞു, അതാണ് ഉടലായിട്ടിരിക്കുന്നത്. അതിൽ 3 അംഗങ്ങളെ കുറിച്ച് പറയുന്നു: പ്രിയം, മോദം, പ്രമോദം.